നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസം വന്നൊരു കമൻറ്റ് ഞാൻ വായിക്കാം. നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് ഈ ഒരു കമൻറ്റിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഗ്രി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് പറയാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറയാം. സർ, ഈ സ്റ്റഡി പ്ലാൻ ഒക്കെ വെറുതെയാണ്, അതിന് പകരം ക്ലാസ് എടുക്കൽ തുടങ്ങൂ, അത് ഞങ്ങൾ കാണാം, സ്റ്റഡി പ്ലാൻ കാണൽ ടൈം വേസ്റ്റ് ആണ് ഫോർ ഐഡിയൽ സ്റ്റുഡൻറ്റ്. ഈ രീതിയിലാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനോട്, ഈ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റഡി പ്ലാനൊക്കെ വെറുതെയാണ്, ക്ലാസ് നമ്മൾ എടുത്ത് തന്നാൽ മതി, ഞങ്ങൾ ക്ലാസ് വന്ന് കാണാം, ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട്. തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എഗ്രി എന്ന് പറയാം, അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുന്നുണ്ട് ഡിസഗ്രി എന്ന് പറയാം. എന്തായാലും എൻ്റെ അഭിപ്രായം, ഞാനതിനോട് എഗ്രി ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ കാര്യത്തിനോട്. അതായത് ഈ വെറുതെ സ്റ്റഡി പ്ലാൻ മാത്രം കാര്യമൊന്നുമില്ല, ആക്ച്വൽ ക്ലാസ് എടുത്ത് തന്നാലേ നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യത്തിനോട് ഞാൻ തീർച്ചയായിട്ടും എഗ്രി ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ സ്റ്റഡി പ്ലാനിൻ്റെ ലൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരിക്കലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ജാനുവരി ഇതൊക്കെ പഠിക്കണം, മറ്റേത് ഫെബ്രുവരി ഇത് പഠിക്കണം, എന്നിട്ട് റിവിഷൻ ചെയ്യണം, മറ്റേ ചാപ്റ്റർ പഠിക്കണം, ഈ ചാപ്റ്റർ പഠിക്കണം എന്ന് മാത്രം വെറുതെ പറഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞ് വിടുകയല്ല നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ലൈവിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഈ വീക്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന, ഈ വീക്കിലും നെക്സ്റ്റ് വീക്കിലും ഒക്കെ എടുക്കാൻ പോകുന്ന ലൈവിൻ്റെ സ്റ്റഡി പ്ലാനാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതിൻ്റെ ടൈം ടേബിളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സാമിനർ ഒരിക്കലും എന്തില്ല, നമ്മൾ ആ സ്റ്റഡി പ്ലാൻ ഇത് പഠിക്കുക അത് പഠിക്കുന്നു പറഞ്ഞു തരില്ല. നമ്മൾ നിങ്ങളുടെ കൂടെ ആ സ്റ്റഡി പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുക. നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ക്ലാസ് എടുത്ത് തരാൻ പോകുന്ന സ്റ്റഡി പ്ലാനാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ഈ പ്രാവശ്യം അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരുപക്ഷേ ഈ കുട്ടി ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, അത് വെറും പ്ലാൻ മാത്രമായിരിക്കും വിചാരിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും പറ്റിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ, ഇതിൻ്റെ എത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരിക്കലും എന്തല്ല, സ്റ്റഡി പ്ലാനിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല. സ്റ്റഡി പ്ലാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് പക്ഷേ എപ്പോഴായിരിക്കും, സ്റ്റഡി പ്ലാനും അതിന് എക്സിക്യൂഷനും വേണ്ടിയുള്ള ഹെൽപ്പ് നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ്, ലൈവ് ക്ലാസ്സിലൂടെ ആ ഒരു ഹെൽപ്പ് കിട്ടുമ്പോഴാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അർത്ഥം ഒരിക്കലും ലൈവ് ക്ലാസ്സിൽ മാത്രം വെറുതെ വന്നിരിന്നാൽ മതി എന്നല്ല. ലൈവ് ക്ലാസ്സിൽ മാത്രം വെറുതെ വന്നിരുന്നിട്ട് ഒരു പ്ലാനും ഇല്ലാണ്ട് എപ്പോൾ സിലബസ് തീർക്കുമെന്നും എപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്നും എപ്പോൾ റിവിഷൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു പ്ലാനും ഇല്ലാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്രത്തോളം എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മാർക്ക് വെറുതെ നിങ്ങൾ കളയായിരിക്കും. അപ്പോൾ എപ്പോഴും രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനിൽ വേണം നിങ്ങൾ പോകാൻ. ബേസിക്കലി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് തരാം. സംഭവം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഈ ജാനുവരി മാസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കംപ്ലീറ്റ് പെൻഡിങ് ആയിട്ടുള്ള, അതായത് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ തീർത്തേ പറ്റുള്ളൂ. കാരണം അത് തീർക്കാനും അത് പഠിക്കാനും വേണ്ടി മറ്റൊരു സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഫെബ്രുവരി ഫസ്റ്റ് 2 വീക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മോഡൽ എക്സാമിന് വേണ്ടിയുള്ള റിവിഷൻ ചെയ്യണം. അതായത് ഫസ്റ്റ് മുതലുള്ള ചാപ്റ്റേഴ്സിൽ പല ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓൾറെഡി മറന്നിട്ടുണ്ടാവും, അല്ലെ ഓൾറെഡി ഓർമ്മയുള്ള ചാപ്റ്റേഴ്സിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആ ഒരു കാര്യമാണ് നിങ്ങൾ ഫെബ്രുവരി 2 വീക്ക് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റഡി പ്ലാൻ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ലൈവ് ക്ലാസ് തുടങ്ങാം എന്നുള്ള ഒരു ലോജിക്കിലാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഇന്നലെ ആ ഒരു സ്റ്റഡി പ്ലാൻ ഇവൻറ്റ് വെച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് നമ്മൾ ചെയ്യും, എപ്പോൾ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾസോ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്ന് പോലും നമ്മൾ തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആ ലൈവ് ഈ കമൻറ്റൊക്കെ ഇടുന്നവർ ഈ കമൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇന്നത്തെ ലൈവ് ക്ലാസ്സിലും നാളത്തെ ലൈവ് ക്ലാസ്സിലും മറ്റന്നാളത്തെ ലൈവ് ക്ലാസ്സിലും വന്ന് ഇരുന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞേനെ. അപ്പോൾ ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടുന്നവർ ഈ ലൈവ് ക്ലാസ്സിലൊക്കെ വരണം, അതും കൂടി ഓർമ്മിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ. വൺസ് അഗൈൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. എപ്പോഴും ഒരു പ്ലാൻ മനസ്സിലാക്കിയിട്ട് എന്തെപ്പോൾ ചെയ്യും എന്നുള്ള കാര്യം തീരുമാനിച്ചിട്ട് വേണം നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഈ ജാനുവരിയുള്ള ഇനി അവസാനത്തെ 2 ആഴ്ചകൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചാപ്റ്റർ തീർക്കാൻ പോകുന്നത്. യൂട്യൂബിൽ അതിൻ്റെ ലൈവ് ഉണ്ടാകുന്നതായിരിക്കും. ഫെബ്രുവരി ആദ്യത്തെ 2 വീക്കിൽ നിങ്ങൾ റിവൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബിലും അതിൻ്റെ തന്നെ ലൈവ് ഉണ്ടാകുന്നതായിരിക്കും, മാരത്തോൺ ലൈവ് ഉണ്ടാകുന്നതായിരിക്കും, ചാപ്റ്റർ വൈസുള്ള ലൈവ് ഉണ്ടാകുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ട് നിങ്ങളുടെ പരീക്ഷ ഹാളിലേക്ക് വിടും. അല്ലാണ്ട് വെറുതെ സ്റ്റഡി പ്ലാനുമായിട്ട് നിങ്ങളുടെ പരീക്ഷ ഹാളിലേക്ക് നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഈ വീക്കിലെയും നെക്സ്റ്റ് വീക്കിലെയും സ്റ്റഡി പ്ലാനൊക്കെ അവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് വെച്ചുകൊണ്ട് കാര്യമില്ല, അതൊക്കെ തീർക്കാൻ വേണ്ടി ലൈവിലും നിങ്ങളെല്ലാവരും വന്നിരിക്കണം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുപോലെ ലൈവിൽ വന്ന് അടിപൊളിയായിട്ട് പഠിച്ച് ജാനുവരിയോടെ സിലബസ് തീർക്കാൻ നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ലൈവിൽ നമുക്ക് കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.